ശലോം സഹോദരങ്ങളെ, ശബ്ബാത്ത് ശലോം. നമുക്കറിയാലേ, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്താണ്. നാം എല്ലാവരും ശബത്ത് ആചരിക്കുന്നവരുമാണ്. അതിനാൽ തന്നെ എല്ലാവരും ആത്മാവിനാൽ സൗഖ്യമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് എൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. എല്ലാ ശബത്തിലും ശനിയാഴ്ച ആണ് ഞാൻ ദൈവവചനം സംസാരിക്കാറ്. പലപ്പോഴും പല പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും ഞാൻ നിർത്താമെന്ന് വിചാരിച്ചതായിരുന്നു എൻ്റെ വീഡിയോസ് പലതും. പക്ഷേ എൻ്റെ ആബ എന്നെ വഴി നടത്തി. ആബയുടെ മുൻപിൽ ഞാൻ ഒരു അടയാളം വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് തുടരും. കാരണം നിങ്ങൾക്കറിയാം, ആയുധം വെച്ചുള്ള ഒരു കളിയേക്കാൾ വലുതാണ് വചനം സംസാരിക്കുക എന്നത്. അതായത് മൂർച്ചയുള്ള വാളാണ് വചനം. ദൈവസന്നിധിയിൽ ആ വാൾ വച്ച് പറയുന്നത് വളരെ സൂക്ഷിക്കണം. അറിയാതെയെങ്കിലും എന്തെങ്കിലും പിഴ വായിൽ നിന്ന് വന്നു പോയാൽ അതുമൂലം ആരെങ്കിലും വഴിതെറ്റി പോകാൻ ഇടവന്നാൽ അതിൻ്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിൽ നിന്ന് നേരിട്ടാണ് നമുക്കത് കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ വീഡിയോസ് ഇടാറ്. എങ്കിലും ചില വീഡിയോകളിലൊക്കെ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ ആത്മീയ സഹോദരൻ എനിക്ക് തിരുത്തി തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഞാനിത് ആബയുടെ മുൻപിൽ ഒരു അടയാളം വെച്ച് തുടങ്ങിയ ഒരു സുവിശേഷ പ്രഘോഷണമായിരുന്നു. അത് പോസിറ്റീവായിട്ട് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഇന്നും അത് തുടരുന്നത്. അതുകൊണ്ടാൽ എനിക്ക് ഇന്ന് 100ാമത്തെ ഒരു വീഡിയോയും കൂടെ പിടിക്കാനായിട്ട് ആബ കൃപ തന്നു. അതിന് ആബയോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ എന്നെ ഇതിനൊക്കെ വഴിയൊരുക്കിയ എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും എല്ലാവർക്കും നന്ദി. ഫസ്റ്റ് വീഡിയോ എൻ്റെ ദൈവസ്നേഹം എങ്ങനെ അനുഭവിക്കാം എന്നായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ 100ാമത്തെ വീഡിയോയും ഞാൻ ആബയുടെ സ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നാം എല്ലാവരിലും ആത്മാവ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് ആത്മാവിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും. അപ്പോൾ ഓരോ ദിവസവും വചനത്തിൽ നിന്ന് നമുക്ക് ഓരോ പുതിയ നിധികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആബ നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബത്ത് ആചരിക്കുന്ന നാം എല്ലാവരും ആത്മാവിനാൽ സൗഖ്യമുള്ളതായിരിക്കണം. ഇനി ആത്മാവ് സുഖമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആബയോട് സ്ലീഹ പറഞ്ഞുകൊണ്ട് ആത്മാവിനെ പുതുക്കമുള്ളതാക്കി വെക്കണം. അപ്പം ശബത്ത് ദൈവത്തിൻ്റെ അടയാളമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുന്നത് ദൈവമാണ്. അത് നമുക്കറിയാം അല്ലേ? പക്ഷേ അവിടെ ഒരു ചിന്ത ഉണ്ടാകരുത്. ആപത്തൊന്നും വരുത്താതെ ആബ നോക്കും, അല്ലെങ്കിൽ ആപത്തിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മളെ പോകും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ ശബത്ത് ആചരിക്കുന്ന നമുക്ക് പല പ്രതികൂല സാഹചര്യങ്ങളും അല്ലെങ്കിൽ കഷ്ടകാലങ്ങളും വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കും. ഞാൻ ശബത്ത് ആചരിക്കുന്നതല്ലേ, അപ്പോൾ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന ഒരു ചിന്ത, രോഗമായിക്കോട്ടെ, അപകടമായിക്കോട്ടെ, മറ്റ് ദുരന്തങ്ങളായിക്കോട്ടെ, അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നാൽ അത് നമ്മളുടെ വിശ്വാസത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ദൈവം എങ്ങനെയാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? അതായത് ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് തൻ്റെ മക്കൾക്ക് പ്രതിരോധിക്കാനുള്ള, ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അത് തരണം ചെയ്യിപ്പിച്ചിട്ടാണ് ദൈവമക്കളിൽ പ്രവർത്തിക്കണേ. ഇനി അതിന് പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ ദൈവം ഇടപെടും. അതാണ് ദൈവത്തിൻ്റെ ട്രെയിനിങ്, അല്ലാതെ സ്പൂൺ ഫീഡിങ് അല്ല. ഇസ്രായേൽ ചരിത്രം തന്നെ നിങ്ങൾ എടുത്തു നോക്കി. ഈജിപ്തിൽ നിന്ന് എല്ലാ ഇസ്രായേൽക്കാരെയും കർത്താവിന് വേണമെങ്കിൽ പൊക്കിയെടുത്ത് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരായിരുന്നു അല്ലേ? അവിടെ കനാൻ ദേശത്ത് താമസിച്ചിരുന്ന എല്ലാവരെയും കൊന്നുകളയായിരുന്നു അല്ലേ? അതിനുള്ള കഴിവ് ദൈവത്തിനില്ലേ? അപ്പം അങ്ങനെയല്ല ആബ ചെയ്തത്. എല്ലാത്തിനും ഒരു റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്.
അത് പ്രകാരമേ ദൈവം പ്രവർത്തിച്ചിട്ടുള്ളൂ. 40 ദിവസം കൊണ്ട് എത്തുമായിരുന്ന കാനാൻ ദേശത്തേക്ക് 40 വർഷം മരുഭൂമിയിലിട്ട് തൻ്റെ മക്കൾക്ക് ദൈവം പ്രാക്ടീസ് കൊടുത്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞോണം, മക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ ദൈവം ഇടപെടും. അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ചെങ്കടൽ പിളർന്ന സംഭവം അല്ലേ. അവർ മരണം ഉറപ്പാക്കിയ ഒരു നിമിഷമായിരുന്നു. ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ച് ആ അത്ഭുതം അവരവിടെ കണ്ടു അല്ലേ. കടൽ പിളർന്ന് അവരെ രക്ഷിച്ചതോടൊപ്പം തന്നെ ഈജിപ്തിലെ രാജാവിനെ കൊന്ന് അവരുടെ അവകാശം ഉറപ്പിച്ചു. അതായത് നിയമപ്രകാരം ഇസ്രായേൽക്കാര് രാജാവിനോട് പറഞ്ഞത് എന്തായിരുന്നു? ഞങ്ങൾ അവരുടെ ദൈവത്തെ ആരാധിച്ച് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നതല്ലേ. അപ്പോൾ തിരിച്ചു ചെല്ലണമായിരുന്നു. എന്നാൽ രാജാവിൻ്റെ മരണശേഷം ആ ബാധ്യതയിൽ നിന്ന് അവർ വിമുക്തരാകും. അപ്പോൾ അങ്ങനെയുണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധിയെയാണ് അന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ആ പ്രതിസന്ധി അവരിലൂടെ തന്നെ ദൈവം ജയിപ്പിച്ചെടുത്തു. രാജാവിനെയും പരിവാരങ്ങളെയൊക്കെ ആ കടലിൽ മുക്കിക്കൊന്നിട്ട് അല്ലേ. അപ്പം അന്ന് മുതൽ ഇന്നോളം നമുക്ക് ഇസ്രായേലിൽ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ വഴി നടത്തിയത് പ്രധാനമായിട്ടും സ്വയം പ്രാക്ടീസ് കൊടുത്തിട്ടാണ്. സ്വയം പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് അവർക്ക് പ്രാക്ടീസ് കൊടുത്തിട്ടാണ് അവർ വഴി നടത്തിയത്. ഓരോ ഇരകളെയും ഇട്ടുകൊടുത്ത് യുദ്ധം ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. സാത്താനോട് പൊരുതാനായിട്ട് അവരെ പഠിപ്പിച്ചു. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മോടും ദൈവം പെരുമാറുക. ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോൾ അത് തരണം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അതിനാൽ ശബത്ത് ആചരിക്കുന്നവരുടെ സംരക്ഷകൻ ദൈവമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ രീതി നിങ്ങൾ മനസ്സിലാക്കണം. ആപത്ത് വരുത്തില്ല എന്നല്ല, വന്നാൽ അത് തരണം ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ദൈവത്തിന് സമർപ്പിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. ദൈവം നോക്കിക്കൊള്ളും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ആലോചിച്ചാൽ ഒരു അന്തമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പറഞ്ഞോണം. അപ്പോൾ നമുക്കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നിയാൽ നമ്മൾ ഒരുപാട് ഉത്കണ്ഠപ്പെട്ടിട്ടോ ചിന്തിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യമില്ല. കാരണം അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ ദൈവം ചെയ്തോളും. ഒന്നും ചെയ്യണം, നിങ്ങൾ നിന്ന് കൊടുത്താൽ മാത്രം മതി. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, പരീക്ഷകളും പരീക്ഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതായത് പരീക്ഷകൾ ജയിക്കണം, പക്ഷെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളത് സഹിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ജീവിതത്തിൽ അതെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിനാൽ തന്നെ ആത്മാവിനെ സംരക്ഷിച്ച് ഭൂമിയിൽ നമ്മൾ കൊണ്ടു നടക്കണം. അപ്പോൾ ശബത്താചരിക്കുന്ന എല്ലാവരും ഒട്ടും തളരരുത്. നിത്യരാജ്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ട് എത്തിക്കണമെങ്കിൽ നമ്മൾക്ക് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാ ശബത്താചരിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്കും ശബത്ത് ശലോം. ഞാനപ്പോൾ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയാണ്. ദൈവസ്നേഹമാണ് അല്ലേ, അത് നമുക്കെല്ലാം അറിയാം. 1 യോഹന്നാൻ 4:8 ആണ് കറക്റ്റായിട്ട് പറയുന്നത്, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ അത് സത്യം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവരുമാണ് അല്ലേ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഒരു വൺ വേ സ്നേഹമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. പിള്ളേരൊക്കെ പറഞ്ഞു നടക്കണ മതി, ഞാനല്ലാതെ പിന്നെ ആര് അല്ലേ, ദൈവം എൻ്റെ ജീവനാണ്, ദൈവത്തിന് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കും. അപ്പം എന്നിങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രൂപമില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെടുന്ന ഓരോരുത്തരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരുപാട് മക്കൾ, ഫോൺ വഴി പരിചയപ്പെടുന്ന ഒരാളെ വിശ്വസിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് മക്കൾ അല്ലേ. അപ്പോൾ നമുക്കൊരു രൂപം കാണാതെയോ ഒരു സൗണ്ട് കേൾക്കാതെയോ, അത് ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും ആത്മാവിൽ,
ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. രൂപമില്ലാത്ത ഒരു ദൈവത്തിനെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? അതായത് ദൈവം അരൂപിയാണെന്ന് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് രൂപമൊന്നുമില്ല. ദൈവം അദൃശ്യനുമാണ്. 1 യോഹന്നാൻ 4:12 കറക്റ്റ് പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു നാളും ദൈവത്തെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തെ കയറി ദൈവം എന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ യേശുവായുടെ രൂപമാണ് എടുത്തിരിക്കുന്നത്, അത് നോക്കിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പറയൂലേ? ശരി, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഉയർപ്പിന് ശേഷം പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് യേശുവായെ മനസ്സിലാകാതിരുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ എമ്മാവുസിലേക്കുള്ള വഴിയിൽ യേശുവ ശിഷ്യന്മാരുടെ കൂടെ ഏറെ ദൂരം സംസാരിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലായില്ല അല്ലേ? പിന്നീട് അപ്പം മുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ ശിഷ്യന്മാർക്ക് അത് യേശുവാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താ അവർക്ക് മനസ്സിലാകാതിരുന്നേ? മുൻപത്തെ രൂപമായിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലായേനെ. അപ്പോൾ അവിടെ രൂപത്തിന് മാറ്റം സംഭവിച്ചു. മുൻപത്തെ രൂപത്തിലല്ല അവിടെ യേശുവ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യ ശരീരം ഉപേക്ഷിച്ച് യേശുവ പിന്നീട് ആത്മാവാണല്ലേ, സാക്ഷാൽ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവത്തിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. പക്ഷെ ആ രൂപത്തിനെ ആരാധിച്ചിട്ടല്ല ദൈവത്തോടുള്ള സ്നേഹം കാണിക്കേണ്ടത്. ദൈവം അരൂപിയാണെന്ന് മനസ്സിലാക്കുകയും എന്നാൽ അതേ സമയം തന്നെ രൂപങ്ങളെ ദൈവമാണ് എന്ന് കരുതി ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് ഇന്ന് ലോകത്തുള്ളത്. ദൈവസ്നേഹം അനുഭവിച്ചു എന്ന് പറയണമെങ്കിൽ അതൊരു 1 വേ കോൺവെർസേഷൻ അല്ല, 2 വേ കോൺവെർസേഷനാണ്. 1 വേ ആകുമ്പോൾ മടുപ്പ് തോന്നും, വിരക്തി തോന്നും അല്ലേ? അതായത് നാം എന്തൊക്കെയോ ദൈവത്തോട് പറയുന്നു, നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നു, നമ്മൾ എഴുന്നേറ്റ് പോകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനുഷ്യർക്ക് ഒന്നുകിൽ സൗണ്ട് അല്ലെങ്കിൽ ചിത്രം, അതൊന്നുമില്ലാത്ത ഒരു ദൈവത്തിനെ അല്ലെങ്കിൽ അതൊന്നുമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ? വട്ടാണെന്ന് പറയും അല്ലേ? പക്ഷെ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്, ആ രൂപത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നത്, അത് വെറും അധരജൽപ്പനം മാത്രമാണെന്നാണ് ബൈബിളിൽ പറയണത്. അതായത് നമ്മുടെ ജഡത്തിലുള്ള ആത്മാവ് കൊണ്ടായിരിക്കണം ദൈവത്തിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ദൈവപരിജ്ഞാനം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ താങ്ങാൻ പറ്റുന്നത്ര ദൈവം നമുക്ക് തരും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒരു 1 സൈഡിൽ നിന്ന് 2 സൈഡിലേക്കുള്ള കോൺവെർസേഷൻ വളരണം. ദൈവശബ്ദം കേൾക്കാൻ തക്കവണ്ണം നമ്മൾ വളരണം. അതായത് ദൈവശബ്ദം കേൾക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കണം. എൻ്റെ കൂടെ ആബ ഉണ്ട്, ഞാൻ ചോദിക്കുന്ന എല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന സ്ഥിതിയിലേക്ക് വരണം. അപ്പോൾ അതിന് മനസ്സിന് ഉറപ്പ് വേണം. എന്ത് വേണം? എന്നെ ദൈവം മകളായിട്ട് കാണുന്നു, ദൈവം എന്നെ വില കൽപ്പിക്കുന്നു എന്ന ഒരു ഉറച്ച ബോധ്യം നമുക്ക് വേണം. മനസ്സിലായോ? അതായത് നമ്മളുടെ നന്മ മാത്രമാണ് ദൈവം കാക്ഷിക്കുന്നത്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ അടിത്തറയിടണം. ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കണം നമ്മൾ. ദൈവാത്മാവ് വഴി നടത്തുമ്പോൾ ആ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ആത്മാവിൻ്റെ വില നാം കണ്ടെത്തണം. അപ്പോൾ ദൈവത്തിനെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിനെ കാണാൻ പറ്റില്ല അല്ലേ? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആത്മാവ് കൊണ്ടേ അത് പറ്റുള്ളൂ, ശരീരം കൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമുക്ക് ദൈവത്തിനെ ആത്മാവ് കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ദൈവസ്നേഹം എങ്കിലേ പൂർണ്ണമായിട്ടും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കെല്ലാം സ്വർഗരാജ്യത്തിൽ ഒരു പദവിയുണ്ട്. നമ്മുടെ അടുക്കലുള്ള സേവകാത്മാക്കൾ അല്ലേ, ദൂതന്മാർ, ഞാൻ മുൻപൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കാര്യങ്ങൾ ആ ദൂതന്മാർ സ്വർഗത്തിൽ പോയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ലോകം ശരിക്കും ഇതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.
നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ ഈ ലോകം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്ന വിസിറ്റേഴ്സാണ്, നമ്മളൊരിക്കൽ തിരിച്ചു പോകേണ്ടതാണ് എന്ന ചിന്ത എപ്പോഴും നമുക്ക് വേണം. അപ്പം അങ്ങനെ വന്നാൽ ഭൂമിയിൽ കാണുന്ന സൗഭാഗ്യങ്ങളോ എന്ത് കണ്ടാലും നമുക്കതിലൊരു പ്രത്യേകിച്ചൊരു അട്രാക്ഷൻ തോന്നില്ല. നമുക്ക് എന്തുണ്ട്, ഒരു ബോധ്യമുണ്ട്, എന്ത്, ഈ രാജ്യം നമ്മുടെ അല്ല, നമ്മളിവിടെ വിസിറ്റിങ്ങിന് വന്നേക്കണ, നമ്മൾ തിരിച്ച് നമ്മുടെ നിത്യരാജ്യത്തിലേക്ക് പോകും അല്ലേ. അതായത് എന്താ ദൈവരാജ്യം, എന്താ പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ആയ ഒരു സാമ്രാജ്യം. നിങ്ങൾ അതായത് ഈ ഭൂമിയിൽ കാഴ്ചപ്പാട് വെച്ചിട്ട് സ്വർഗത്തെ ഒരിക്കലും നിങ്ങൾ വീക്ഷിക്കാൻ പാടില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്തിനാ, സ്വർഗത്തിൽ പോയി ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വർഗത്തിൽ പോണേന്നുള്ള ഒരു അബദ്ധധാരണ പലർക്കുമുണ്ട്. നിങ്ങൾക്കിടെ ആവശ്യമില്ല ദൈവത്തിനെ സ്തുതിക്കാനായിട്ട്. അവിടെ സ്വർഗത്തിൽ സെറാഫുകളുണ്ട് അല്ലേ, നമ്മുടെ ആവശ്യമില്ല. സ്വർഗത്തിൽ 3 തരം മാലാഖമാരുണ്ട്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. സെറാഫുകൾ, അവർ സെറാഫുകൾ, കെരൂബുകൾ, എലോഹിമുകൾ അല്ലേ. സെറാഫുകൾക്ക് 6 ചിറകും കെരൂബുകൾക്ക് 2 ചിറക്, എലോഹിമുകൾ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല സ്വർഗം. മത്തായി 22:30 പറയുന്നുണ്ട്, അവിടെ സ്വർഗത്തിൽ വിവാഹം കഴിക്കുന്നതുമില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല എന്ന് അല്ലേ. അതായത് സ്വർഗത്തിൽ ഒരൊറ്റ ജാതിയേ ഉള്ളൂ, അത് പുരുഷ ജാതിയാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മളെല്ലാം പുരുഷ ആത്മാക്കളാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എന്നാണ്. അതായത് സ്വർഗത്തിൽ പോയിട്ട് നാം അവിടുത്തെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ആബയ്ക്ക് അത് ഒരു കരുണ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. തിരിച്ചൊന്നും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, നമുക്ക് ഒന്നും കൊടുക്കാനും പറ്റില്ല. നമ്മൾ തിരഞ്ഞെടുത്തത് ദൈവത്തിനെ അവിടെ പോയിട്ട് സ്തുതിക്കാനാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവരുത്. എവിടെയോ ചെളിക്കുണ്ടിൽ കിടന്നിരുന്ന നമ്മുടെ ആത്മാക്കളെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് സത്യങ്ങൾ അറിയിച്ച് നമുക്ക് തന്നു അല്ലേ. നരകം കാത്തു കിടന്ന നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് അവസാനത്തുള്ളി രക്തം വരെ യേശുവ ഊറ്റി തന്നില്ലേ. രക്തവും ആത്മാവും തമ്മിലുള്ള ബന്ധം ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മുടെ ആത്മാക്കളെ സാത്താൻ കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയ ആബ മനുഷ്യനായി നേരിട്ട് വന്ന് റൂള് വഴി, നിയമം വഴി അവിടുത്തെ രക്തം കൊടുത്ത് നീതിമാന്മാരായ എല്ലാവരെയും, നമ്മുടെ ആത്മാക്കളെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങിച്ചു. അപ്പം ആ സ്നേഹം ഒന്ന് നോക്കി. ഇന്ന് നീ ദൈവസന്നിധിയിൽ നീതിമാനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നീയും യേശുവായുടെ രക്തത്തിൽ പങ്കാളിയാകും. നിന്റെ ആത്മാവിന് വേണ്ടിയും കൂടിയാണ് യേശുവ അന്ന് രക്തം ഊറ്റിക്കൊടുത്തത്. അപ്പോൾ ആ നിത്യപിതാവിൻ്റെ സ്നേഹം ഒന്ന് നിങ്ങൾ നോക്കി. വെറുതെ മനുഷ്യര് ദൈവം എൻ്റെ ജീവനാണ് എന്ന് പറയുന്ന പോലെയുള്ള വെറും വാക്കല്ല, അത് പ്രവർത്തിച്ച് കാണിച്ചു തന്നു ആ സ്നേഹം. അത് മായമില്ലാത്തതാണ്. ആ ആബയുടെ സ്നേഹം ഒരു തവണ രുചിച്ചറിഞ്ഞാൽ മതി, പിന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് തിരിച്ചു പോവില്ല. നമുക്ക് പോകാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കൂലേ, എന്താ അപ്പാ എൻ്റെ കൈ പിടിക്കണേ. ഞാനാണ് അപ്പൻ്റെ കൈ പിടിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ സുഖങ്ങൾ കാണുമ്പോൾ അവിടെ പോയി എത്തി നോക്കാൻ കൈയും പിടിച്ചിട്ട് പോകൂലേ. പക്ഷെ അപ്പനാണ് എൻ്റെ കൈ പിടിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ നോക്കാൻ പോകുമ്പോൾ അപ്പ പിടിച്ച് വലിക്കും അല്ലേ. ചെളി വന്നാലും ആപത്ത് വന്നാലും അപ്പ കൈക്ക് പിടിച്ച് പൊക്കിക്കൊണ്ട് അപ്പുറത്ത് നിർത്തും. ആ സാഹചര്യം തരണം ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടുപോകും. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. ദൈവത്തെ സ്നേഹിക്കേണ്ടത് രൂപം നോക്കിയല്ല. ദൈവത്തിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. ദൈവത്തിന് യഥാർത്ഥമായി ഒരു രൂപമില്ല. ആദവും ഹവ്വയും അബ്രാഹവും മോശയും എല്ലാവരും ദൈവത്തെ നേരിട്ട് കാണുകയല്ല ചെയ്തത്. ദൈവം അപ്പോൾ ആയിരിക്കുന്ന ഒരു രൂപം മാത്രമാണ് അവർ കണ്ടത്. ഒരു പക്ഷെ അത് വെളിച്ചമായിട്ടാകാം, തീയായിട്ടാകാം, ശബ്ദമായിട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരൂപമായിട്ടാകാം. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ടത് ആ രൂപത്തിലുള്ള ദൈവത്തെയാണ്, നമ്മെ കാണാൻ വന്ന ദൈവസ്നേഹത്തെയാണ്. അപ്പം ഇതുപോലെ തന്നെയാണ് യേശുവ.
ദൈവം ഇറങ്ങി വരികയല്ല ചെയ്തത്, ദൈവത്തിൻ്റെ ആത്മാവ് ഇരിക്കുന്ന രൂപത്തെ കാണിച്ചു തന്നു യേശുവായിലൂടെ. മനുഷ്യന് മനുഷ്യനായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആബയുടെ വല്ലഭത്വം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആബയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിന് ഒരിക്കലും മനുഷ്യനായിട്ടൊരു സമ്പർക്കത്തിൽ ഏർപ്പെടാൻ കഴിയില്ല. ദൈവ ആത്മാവാണല്ലേ. പക്ഷേ ദൈവത്തിന് നമ്മുടെ ആത്മാവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളതിന് എന്ത് ചെയ്യണം? നമ്മൾ താഴണം. ക്രിസ്ത്യാനികൾ കാണിക്കുന്ന പോലെ നാട്ടുകാരുടെ മുമ്പിൽ എളിമ അനുഭവിക്കുന്ന താഴലല്ല, ഒരു മുഖത്തടിച്ച മറുകരണം കാണിച്ചു കൊടുക്കുന്ന താഴലല്ല. ദൈവത്തിൻ്റെ മുൻപിൽ താഴണം. നിന്റെ ഹൃദയം പരിശോധിക്കുന്ന നിന്റെ ആബയുടെ മുൻപിൽ നീ താഴണം. നിങ്ങൾക്കറിയോ, ദൈവം താന്നില്ലേ? സർവശക്തനായ ഈ ലോക സൃഷ്ടാവ് താന്നില്ലേ? കേവലം നമ്മുടെ മുൻപിൽ ദൈവം മനുഷ്യനോട് കാണിച്ച മഹത്വം, ആ വല്ലഭത്വം വെടിഞ്ഞ് ഒന്നുമല്ലാതെ പോയ ആ ഒരു നിമിഷം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് അപ്പൻ മകനായിട്ട് താഴ്ന്നു വന്ന് ക്രൂശിൽ പാപം പേറിക്കിടന്ന ഒരു നിമിഷം. സൂര്യൻ വരെ കണ്ണടച്ചു അല്ലേ, ഇരുട്ടായി. എന്താണെന്നോ, ദൈവം സൃഷ്ടിച്ച സൃഷ്ടി അത് സൃഷ്ടാവിൻ്റെ മഹത്വം കാണാൻ പറ്റാതെ കണ്ണടച്ചു. അപ്പൻ മകനായി വന്നതാണ്, അല്ലാതെ ഏകജാതൻ എന്ന് പറയുമ്പോൾ മോനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച് ദൈവം മുകളിലിരുന്നു എന്നല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ വിധിക്കാൻ പറ്റില്ല അവസാനം, അല്ലേ? യേശുവാക്കി നമ്മൾ വിധിക്കാൻ പറ്റും. കാരണം യേശുവായും മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിച്ചതാണ്. അപ്പോൾ ദൈവമഹത്വം വെടിഞ്ഞ് മനുഷ്യനായിട്ട് വന്ന ദൈവത്തിൻ്റെ മകൻ്റെ പദവിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. അത് വ്യക്തമായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യനായി വന്ന് തന്നെത്താൻ താഴ്ത്തി അനുസരണയുള്ളവനായി ക്രൂശ് മരണത്തോളം താഴ്ന്നു. അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോടുകൂടി കൂടിയവരായകൊണ്ട് അവിടുന്നും ജഡരക്തങ്ങളോടുകൂടി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ ഈ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. അപ്പോൾ 2-വേ കോൺവെർസേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ രൂപമില്ല എന്ന് കരുതിയോ നേരിട്ടുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് കരുതിയോ അത് വെറും വിശ്വാസമായിട്ട് തുടരരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആത്മാവുമായിട്ട്, നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് കണക്റ്റഡ് ആക്കി നമ്മൾ ദൈവം ഫീൽ ചെയ്യിപ്പിക്കും നമ്മളെ. അപ്പോൾ ഓരോ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ അത് തരണം ചെയ്യാനുള്ള ആ സാമർഥ്യം ദൈവം നമുക്ക് തരും. ആ അടിത്തറമായ ആ വിശ്വാസം നമുക്ക് ഉണ്ട് എങ്കിൽ അങ്ങനെ നമ്മൾ ചാടിക്കടന്ന് പോകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വലിയ പ്രശ്നം വന്നു, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നും ചെയ്യാനില്ലേ, അവിടെ നിന്നോ, ദൈവം നിന്നെ അത്ഭുതം കാണിച്ച് രക്ഷിക്കും. ഇതൊക്കെ അനുഭവത്തിലൂടെയാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഞാൻ നിർത്താണ്. ശബാത്ത് ശലോം എല്ലാവർക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പോലെ ഒരു ഭാഗത്ത് നിന്നുള്ള അതരജൽപ്പനം മാത്രമല്ല, അത് 2-വേ കോൺവെർസേഷനാണ്. നമ്മുടെ ആത്മാവും ദൈവാത്മാവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് സംസാരിക്കണം. അത് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോരാതെ അവിടെ ഇരുന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുക കൂടി വേണം. അങ്ങനെ ആ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകണം. എപ്പോഴും നമ്മൾ ആബയോട് സംസാരിക്കണം. എന്ത് ചെയ്യുമ്പോഴും ആബ, ഞാൻ ഇതിന് പോവാണ്, ഇങ്ങനെ ചെയ്യാൻ, ആബ കൂടെയിൽ എപ്പോഴെപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ആ ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ദൈവത്തിനെ. മനസ്സിലായോ? അല്ലാണ്ട് ഫോണിൽ കൂടെ കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്നവരല്ല നമ്മൾ. മനസ്സിലായോ? മറ്റുള്ളവർ കളിയാക്കുന്ന പോലെ അവർ ആ മണ്ണിൻ്റെ രൂപത്തിൽ ഈ ദൈവമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ചറപറാന്ന് അതർജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് പറയും, നിങ്ങൾ കാണാത്ത ദൈവത്തിനെ, കേൾക്കാത്ത ദൈവത്തിനെ ഉണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങളങ്ങനെ എന്താ പറയുക, ഒരു പ്രിഡിക്റ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ ഭ്രാന്താണ്, നിങ്ങൾക്ക് ഭ്രാന്തായതുകൊണ്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നടക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ കളിയാക്കുന്നവരുണ്ടാകാം.
പക്ഷേ ജീവിക്കുന്ന ദൈവത്തിനെ ഫീൽ ചെയ്തവരാണ് നമ്മൾ. ജീവനുള്ള ദൈവമാണ് നമ്മളുടെ. അവരുടെ മാതിരി മണ്ണിൻ്റെയോ കല്ലിൻ്റെയോ രൂപത്തിലുള്ള പ്രതിമകളല്ല. മനസ്സിലായോ? അപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് സാമർത്ഥ്യം അല്പമാകാം അല്ലേ? അശോകന് ക്ഷീണമാകാം എന്ന് പറയുന്നത് പോലെ തന്നെ ആബയുടെ മക്കൾക്ക് കുറച്ച് സാമർത്ഥ്യമൊക്കെ ആകാം. മനസ്സിലായോ? അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എന്തൊക്കെ വന്നാലും ആവ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരൊറ്റ ചിന്ത മതി നമുക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ദൈവസ്നേഹം. നിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലാണ്ട് സ്പൂൺ ഫീഡിങ് അല്ല, അത്ഭുതം കാണിക്കുന്ന ദൈവമല്ല, കുപ്പിനെ എന്നിട്ട് വന്ന് സുഖപ്പെടുത്തട്ടെ എന്ന് പറയുമ്പോൾ ഡിഷും എന്ന് പറഞ്ഞ് സുഖപ്പെടുത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ തരണം ചെയ്യിപ്പിച്ച്, നമ്മളെ യുദ്ധം ചെയ്യിപ്പിച്ച്, അഭ്യസിപ്പിച്ച്, പ്രാക്ടീസ് നൽകി മക്കളെ ധൈര്യവതികളായിട്ടും ധൈര്യവാനുമായിട്ട് കൊണ്ടുപോകുന്ന ദൈവമാണ് നമ്മുടെ. അപ്പോൾ അത് വേണം നമുക്ക് തിരിച്ചു പറയാനായിട്ട്. മനസ്സിലായോ? ആ ഒരു ധൈര്യം നമുക്ക് വേണം. അപ്പോൾ എല്ലാവർക്കും ശബ്ബാത്ത് ശലോം. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമൊക്കെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വേളയാണ്. പക്ഷെ അവരാരും സ്വതന്ത്രരല്ല എന്ന് നമുക്കറിയാം അല്ലേ? നിയമത്തിലൂടെയാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ, സമൂഹത്തിൻ്റെ, എന്താ പറയുക, പ്രധാനമായിട്ടും സാത്താൻ്റെ ശക്തിയുടെ, സഭയുടെ, എല്ലാത്തിൻ്റെയും അടിമകളാണ് അവർ. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ഒന്നിൻ്റെയും അടിമയല്ല. മനസ്സിലായി? ആബയാണ് നമ്മളെ വഴി നടത്തുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും പിന്നെ നമ്മളെ അടിമയാക്കി വെക്കില്ല. വാക്സിൻ ആകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളാവട്ടെ, എന്ത് വന്നാലും നമുക്കൊരു പ്രശ്നമല്ല. നമ്മുടെ കൂടെ ആബയുണ്ട്. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചവർ നമ്മളാണ്. അപ്പോൾ എല്ലാവർക്കും ശബ്ബാത്ത് ശലോം. തോദ റബ്ബ. എന്നെ ഈ 100ാമത്തെ വീഡിയോ ഇങ്ങനെ ഇടാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന എൻ്റെ ആബയ്ക്ക് 100,000 തോദാംശി. ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രു വേർഡ് ദൈവസ്നേഹം എന്നതാണ്. അതിന് ഹീബ്രുവിൽ പറയുന്നത് അഹവദ് എലോഹിം എന്നാണ്. AHAVAT ELOHIM, എലോഹിം നമുക്കറിയാലേ. അപ്പം അഹവദ് എലോഹിം, ദൈവസ്നേഹം എന്നാണ് പറയുന്നത്.